ഈ വേദഭാഗം എന്ന് പറയുന്നത് ഒരു മുന്നറിയിപ്പ് നമുക്ക് നൽകുന്നൊരു മുന്നറിയിപ്പാണെന്ന് കാണാൻ സാധിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ച വേദഭാവം ഇതിനോട് ചേർന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വേദഭാവമാണ്. ഈ 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം തുടങ്ങുന്നത് തന്നെ അതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. Therefore we ought to give the more earnest heed എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. എന്തുകൊണ്ട്? അതുകൊണ്ട് ഞാൻ പറയാം, അതുകൊണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ചോദ്യം തിരിച്ചു ചോദിക്കേണ്ടതാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വേദഭാഗങ്ങൾ കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ എന്തോ. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ കേട്ടത് ശ്രദ്ധയോടെ ചില കാര്യങ്ങൾ അതുകൊണ്ട് നമ്മൾ കേൾക്കണം. അതാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. അന്നേരം എന്താണ് കേൾക്കണമെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 1-ാം അധ്യായത്തിൽ നമ്മൾ തുടങ്ങി എന്ത് ചെയ്തു? എന്താണ് കേൾക്കേണ്ടത്? പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്യുന്നു. അതാണ് നമ്മൾ 1-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അന്ത്യകാലത്ത് എന്ത് ചെയ്യുന്നു? 2-ാം വാക്യത്തിൽ 2-ാം വാക്യം. അതുകൊണ്ട് അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുത്രൻ അരുളി ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ പറ്റി എബ്രായ സഭയിലെ വിശ്വാസികളെ ബോധവാന്മാരാക്കിക്കൊണ്ട് പൗലോസ് അപ്പോസ്തലൻ നമ്മൾ വായിച്ചതുപോലെ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവും അതുപോലെ തന്നെ അവൻ്റെ ശ്രേഷ്ഠതയും ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് എന്നുള്ള കാര്യവും, അതുകൊണ്ട് 2-ാം അധ്യായത്തിൽ വരിക അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണമെന്ന് പറയുന്നത്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ദൂതന്മാരെ പറ്റി പറയുമ്പോൾ ഇവർക്ക് ഒത്തിരി നാവുണ്ട് പറയാൻ. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടിയ വചനങ്ങൾ, ഈ പറയുന്ന 10 കൽപ്പനകൾ, പഴയ നിയമ ഉപദേശങ്ങളൊക്കെ ദൂതന്മാർ മുഖാന്തരം അവർക്ക് ലഭിച്ചതാ. അതുകൊണ്ട് അവർക്ക്, അത് ഞാൻ പിന്നീട് വരുമ്പോൾ ഞാൻ ആ വേദഭാഗം എടുക്കാം നമുക്ക് സമയമുണ്ടെങ്കിൽ. അതുകൊണ്ട് ഇവരെ സംബന്ധിച്ച് ദൂതന്മാർ പറഞ്ഞ വാക്ക് വലുതാണെന്നൊരു ചിന്തയുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ വലിപ്പം പറഞ്ഞു. നമ്മൾ അവസാനം ആ ക്രിസ്തുവിൻ്റെ വലിപ്പം പറയുമ്പോൾ നമ്മൾ 5 കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഓർക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മൾ പുത്രൻ മുഖാന്തരം അരുളി ചെയ്തു ദൈവത്വത്തെ പറ്റി പറഞ്ഞു. പിന്നെ യേശു ക്രിസ്തുവിൻ്റെ വലുതായ പേരിനെ പറ്റി 5-ാം വാക്യത്തിൽ നമ്മൾ പറഞ്ഞു. അവന് ലഭിച്ച വലിയ നെയിം നമ്മളെന്താണെന്ന് 5-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചതാണ്. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. 6-ാം വാക്യത്തിൽ അവന് ലഭിച്ചിരിക്കുന്ന വലിയ ബഹുമതി നമ്മൾ വായിച്ചായിരുന്നു. എന്താണ്? ദൂതന്മാരും എല്ലാവരും അവനെ നമസ്കരിക്കണമെന്ന് പറയുന്ന ആ ഒരു ബഹുമതി, ഓണർ അവന് ലഭിച്ചിരുന്നു. നമ്മൾ പിന്നെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചപ്പോൾ ക്രിസ്തുവിന് ലഭിച്ച വലിയ അധികാരത്തെപ്പറ്റി, യേശുവിൻ്റെ അധികാരത്തെപ്പറ്റി, അതോറിറ്റിയെ പറ്റി പറയുന്നുണ്ട്. അതിൻ്റെ 7 മുതൽ 9 വാക്യങ്ങളിൽ അവൻ ദൈവമേ എന്നും പറഞ്ഞ് സിംഹാസനത്തിലിരിക്കുന്നു. അതിൻ്റെ 8-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ നിന്റെ സിംഹാസനം എന്നേക്കുമുള്ളത്, നീതിയുള്ള ചെങ്കോല് എന്ന് പറഞ്ഞുകൊണ്ട് പുത്രൻ്റെ അതോറിറ്റിയെ പറയുന്നുണ്ട്. പിന്നെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചത് യേശു കർത്താവിൻ്റെ ശക്തിയെപ്പറ്റി, ഹിസ് പവർ, താൻ സൃഷ്ടിപ്പിനെ പറ്റിയാ. സകലത്തെയും അവൻ സൃഷ്ടിച്ചു, നീയോ നിലനിൽക്കും. നിന്റെ സൃഷ്ടിപ്പുകളൊക്കെ അത്ര ഇതായി, എന്നാൽ അവയെല്ലാം പോയാലും നീ നിലനിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ശക്തിയുള്ള പുത്രനെ കാണിക്കുന്നു. പിന്നെ അവസാനം അവന് ലഭിച്ച വലിയ സ്ഥാനത്തെ പറ്റിയാണ് നമ്മൾ 13-14 വാക്യങ്ങളിൽ വായിച്ചത്. എന്ന് പറഞ്ഞാൽ അവന് ആ ശുശ്രൂഷ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ മഹാപുരോഹിത ശുശ്രൂഷയാണ്. പിതാവിൻ്റെ വലതുഭാഗത്ത് ശത്രുക്കൾ പാദപീഠമാകുവോളം ഇരിക്കുന്ന കർത്താവിനെ പറ്റി നമ്മൾ പറഞ്ഞു. അവിടെ വെച്ചാണ് പറയുന്ന ഒരു കാര്യം കൂടെ. ലാസ്റ്റ് ഈ പറയുന്ന ഓരോ അധികാരം പറയുമ്പോഴും, അതുകൊണ്ട് ഞാൻ അതിനകത്ത് പറയാം, യേശു കർത്താവിൻ്റെ ഓരോ അധികാരം പറയുമ്പോഴും അവിടെ എല്ലാ ദൂതന്മാരെ പറ്റി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം. ശ്രദ്ധിക്കുമ്പോൾ ദൂതന്മാരെ പറ്റി അവൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അവനേക്കാളും ശ്രേഷ്ഠന്മാരായിട്ട് അവർ ചിന്തിക്കുന്നതിനേക്കാളും വലിയവരായിട്ട് കർത്താവിനെ അവരുടെ മുമ്പിൽ വരച്ച് കാണിക്കുക ചെയ്തത്. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ വായിച്ചത് 14-ാം വാക്യത്തിൽ അവരൊക്കെയും ഈ ദൂതന്മാരെ പറ്റി പറയാം, അവരൊക്കെയും രക്ഷപ്പെടുവാനുള്ളവരുടെ സേവകാത്മാക്കളല്ലയോ. ഇങ്ങനെ പറഞ്ഞാണ് ആ 1-ാം അധ്യായം അവസാനിപ്പിക്കുന്നത്. 2-ാം അധ്യായം തുടങ്ങുമ്പോഴാണ് അതുകൊണ്ടെന്നും പറഞ്ഞു തുടങ്ങുന്നത്. കാര്യം ഇത്ര വലിയ പൊസിഷനും അന്ത്യകാലത്ത് സംസാരിച്ചതുമായതുകൊണ്ട് എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നൊരു വാണിംഗ് നൽകുക, മുന്നറിയിപ്പ് നൽകുകയാണ്. നമുക്കറിയാം ഈ ചില ആൾക്കാർക്ക് ഈ മുന്നറിയിപ്പ് അത്ര വലിയ ഇഷ്ടമായിരിക്കണമെന്നില്ല. കഴിഞ്ഞിടയ്ക്ക് ഞാൻ വായിച്ചു, അമേരിക്കയിൽ കഴിഞ്ഞിടയ്ക്ക് ഒരു വലിയ കൊടുങ്കാറ്റ് വന്നു. ഗവൺമെൻറ് പറഞ്ഞു ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കാറ്റാണ് ഉണ്ടാകാൻ പോകുമെന്ന് പറഞ്ഞു. എല്ലാവരും മാറി താമസിക്കണമെന്ന് പറഞ്ഞു. അന്നേരം എന്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ
ചില ആൾക്കാർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ തിന്നോളാം. ഒത്തിരി പേര്, കുറച്ച് പേര് മരിച്ചുപോയി. ഞാൻ പറഞ്ഞ അർത്ഥം, വാണിങ്സ് നമ്മളെ വലിയ അപകടത്തിൽ നിന്ന് മാറ്റുന്നതാണ്. എന്നുവെച്ചാൽ മുന്നറിയിപ്പുകൾ നമ്മൾ വലിയ കുഴിയിലൊക്കെ ചാടാതെ, ഞാൻ എപ്പോഴും പറയുന്ന, വണ്ടി പോകുമ്പോൾ ഹംപ് ഹെഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ വണ്ടി സ്ലോ ആയിക്കോണം. ഒന്നിൽ അവിടെ മുമ്പിൽ സ്കൂൾ കാണും, അല്ലെങ്കിൽ അവിടെ ആൾക്കാർ ക്രോസ് ചെയ്യുന്ന സ്ഥലമായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഡേഞ്ചറസ് സ്ഥലമായിരിക്കും. ഹമ്പ് വെക്കുന്നത് അന്നേരം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റോഡിൽ കൂടെ സ്പീഡിൽ പോകേണ്ട അടുത്ത് ഇമാർ ഇതെല്ലാം എഴുതി വെച്ചേക്കുന്നത്. പക്ഷേ അങ്ങനെ പറഞ്ഞ് വണ്ടി ഓടിച്ചാൽ അത് അപകടത്തിന് കാരണമാകും. ഇതുപോലെ തന്നെയാണ് ഈ ലേഖനത്തിൽ നമ്മളോട് മുന്നറിയിപ്പ് നൽകും. പക്ഷേ പൗലോസ് മുന്നറിയിപ്പ് നൽകുന്നതിനൊരു ക്രമമുണ്ട്. ഞാൻ അത് ഒന്നുകൂടെ പറയാൻ, നമ്മൾ ഈ എബ്രായ ലേഖനം വായിക്കുമ്പോൾ പ്രധാനമായിട്ട് 5 മുന്നറിയിപ്പുകൾ കാണാം. 5 പ്രധാന മുന്നറിയിപ്പുകളും പിന്നെ അതുകൂടാതെ ഉപമുന്നറിയിപ്പുകളുണ്ട്. അത് നമുക്കത് പിന്നീട് ഞാൻ വായിക്കുമെന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ എബ്രായ ലേഖനം മൊത്തം മുന്നറിയിപ്പുകളെ പറ്റിയുള്ള ഇതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാണിംഗ് നൽകുക, ഇങ്ങനെ പോയില്ലെങ്കിൽ, ഇങ്ങനെ ചെയ്താൽ, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്നുള്ള കാര്യം. പക്ഷേ ഇത് പറയുന്നത് വെറുതെ അല്ല. ഇപ്പം ഞാൻ പറഞ്ഞ ഇപ്പം അമ്മമാർ പിള്ളേരോട് പറയുക, മോനെ അങ്ങോട്ട് പോകരുത്, നീ അങ്ങോട്ട് പോകരുത്, അങ്ങോട്ട് പോയ പ്രശ്നമാണ്. എന്നാൽ അത് ഇങ്ങനെ പറയാന്ന് വിചാരിച്ചോ, മോനെ അവിടെ ആ വഴിക്കൂടെ പോയാൽ അവിടെ കള്ളന്മാരുണ്ട്, അതുകൊണ്ട് നീ അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കണം. കഴിഞ്ഞ ദിവസം അതുവഴി പോയ ആൾക്കാരെ കുറച്ചുപേരെ പിടിച്ച് അവിടെ പോക്കറ്റൊക്കെ അടിച്ചതാണ്, പിന്നെ അവിടെ സൂക്ഷിക്കണം, കാര്യം അവിടെ എപ്പോഴാണ് വരുന്നതെന്ന് അറിയാം. ഇങ്ങനെ നമ്മളോട് പറയാന്ന് വിചാരിക്കുക. എന്നിട്ട് പറയാം, അതിന് ശേഷം പറയുക, നീ അതുവഴി പോകല്ലേ എന്ന് പറയാകുമ്പം ആ കേൾക്കുന്നവർക്ക് ഇച്ചിരിയുടെ വ്യക്തമായിട്ട് ആ കാര്യം മനസ്സിലാകും. ഇതുപോലാണ് അപ്പോസ്തലൻ ഇവിടെ പറയുക. ഈ 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്ന മുന്നറിയിപ്പ് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഒരു വാണിംഗാണ് നൽകുന്നത്, മുന്നറിയിപ്പ് നൽകുന്നതിന് മുമ്പ് അതുകൊണ്ടാ മോനെ, അമ്മമാര് പറയത്തില്ലേ, അതുകൊണ്ടാ മോനെ നീ അതുവഴി പോകരുതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ടാ നീ ഇങ്ങനെ ആയിരിക്കണമെന്ന് പറയുന്നത് എന്ന് ചില ആൾക്കാർ പറയുന്നത് പോലെ. അപ്പോസ്തലൻ ഈ എബ്രായ ലേഖനത്തിന്റെ പ്രത്യേകത, വാണിംഗ് തരുന്നതിന് മുമ്പ് ഒരു എക്സോർട്ടേഷൻ, ഒരു പ്രബോധനവും ഒരു ഉപദേശവും തന്നിട്ട് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണമെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശദീകരിച്ച് പറഞ്ഞിട്ട്, കാര്യം പുത്രനെന്ന് പറയുന്നത് ദൈവം, അവൻ്റെ ദൈവത്വവും നമ്മൾ വായിച്ചതുപോലെ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും എല്ലാം ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മുന്നറിയിപ്പ് നൽകുക. അവൻ പറയുന്നത് നിങ്ങൾ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത് എന്നുള്ള മുന്നറിയിപ്പ് കൊടുക്കുക അനുസരണത്തോടെ. അതുകൊണ്ട് പറഞ്ഞു എക്സോർട്ടേഷനും അതുപോലെ തന്നെ എക്സ്പോസിഷനും പറഞ്ഞ് അവസാനം പറയുക. വെറുതെ മുന്നറിയിപ്പ് പറയുകയല്ല. ഞാൻ വെറുതെ എന്തെങ്കിലും ആൾക്കാർ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകാതെ, അതുകൊണ്ട് തന്നെ അത് വിശദീകരിച്ചിട്ടാണ് ഈ മുന്നറിയിപ്പുകൾ പറയുന്നത്. ഞാൻ പലപ്പോഴും നമ്മൾ മുന്നറിയിപ്പുകളെ അവഗണിച്ചാൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പ്രശ്നം തരും. സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം, നമ്മൾ പറയും സൂക്ഷിച്ച് വണ്ടി ഓടിക്കണേ എന്നാണെന്ന് പറയും. ഇവിടെ കൃപയോടെ ഞാൻ ഇടയ്ക്ക് പറയും സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം, റിവേഴ്സ് എടുക്കുമ്പോൾ നോക്കണം, മുട്ടിക്കണം എന്നൊക്കെ പറയാറുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വാണിംഗ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഓടിച്ചില്ലെങ്കിൽ അപകടത്തിൽപ്പെടും, നമുക്ക് പ്രശ്നം ഉണ്ടാവും, ചിലപ്പോൾ നമ്മൾ ഫൈൻ അടിക്കേണ്ടി വരും. ഞാൻ നോക്കുന്നുണ്ട്, ഞങ്ങൾ ബെഹറിനിൽ പോയപ്പോൾ പണ്ടൊരിക്കൽ ഞാൻ സാവിച്ചാൻ്റെ ഒക്കെ കൊടുത്ത് പോയപ്പം ഞങ്ങൾ ക്രിസ്ത്യൻ കുഞ്ഞായിരിക്കുക, ആ സമയത്താണ് പോകുന്നത്. അന്നേരം ഞങ്ങളെ ചെന്ന ബെഹറിനോട് പോയി, അന്നേരം ഒരു ആൾക്കാരൊന്നും ഇല്ലാത്തൊരു വലിയ ഹൈവേയാണ്. സാവിച്ചാൻ വിചാരിച്ചെന്നാൽ പിന്നെ കൃഷ്ണനെ എടുത്ത് മടി വെച്ചേക്കാം, മടി വെച്ചിട്ടിങ്ങനെ സാവിച്ചാൻ മടി. ഞാൻ സാവിച്ച പിള്ളേരെ എടുത്ത് മടി വെക്കരുത്, ഓടിച്ചു കഴിഞ്ഞാൽ പോലീസ് പിടിക്കും, ഇവിടെങ്ങും പോലീസൊന്നും ഇടാ, ഇതൊന്നും പ്രശ്നമില്ല ഇടാതെ മതി. ഞങ്ങളിങ്ങനെ വണ്ടി അങ്ങോട്ട് ഓടിച്ചു പോയി കുറച്ചങ്ങോട്ട് ചെന്നത് ഓർമ്മയുണ്ട്, എവിടുന്ന് ഒരു പോലീസുകാരൻ മുമ്പിൽ നോക്കി സാവിച്ചാൻ്റെ മടിയിൽ കൃഷ്ണൻ ഇരിപ്പുണ്ട്. ഉടനെ വണ്ടി സൈലോട്ട് നിർത്താൻ നിർത്തി സാവിച്ചാൻ അന്നേരം ഫൈൻ എഴുതി കൊടുത്തു. ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പലപ്പോഴും എന്ന് വെച്ചാൽ നമുക്ക് ഈ മുന്നറിയിപ്പുകൾ പലപ്പോഴും നമ്മളെ അപകടത്തിൽ നമ്മളെ മാറ്റാൻ വേണ്ടിയുള്ളതാണ്. അതാണ് അപ്പോസ്തലൻ പൗലോസ് ഇവിടെ പറഞ്ഞത്. ഞാൻ പറയാനുള്ള കാര്യം, ഈ വേദഭാഗത്തിൽ പറഞ്ഞ 5 പ്രധാന മുന്നറിയിപ്പുകൾ നോക്കുമ്പോൾ എല്ലാത്തിനകത്തും ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? Therefore, അതുകൊണ്ടെന്നും പറഞ്ഞാ പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. അതുകൊണ്ട് നിങ്ങളിങ്ങനെ ആയിരിക്കണം. താൻ പറയാൻ പോകുന്ന വേദഭാഗത്തെ എക്സ്പോസ് ചെയ്ത് അതിനെപ്പറ്റി പറഞ്ഞിട്ട് അതാ പറയുന്നത്. ഇനി ഞാൻ ഈ 5 മുന്നറിയിപ്പുകൾ ഒന്ന് ഓടിച്ച് പറയാം, നിങ്ങൾ എഴുതി എടുക്കേണ്ടവർക്ക് എടുക്കാം. നമ്മൾ ഒന്നാമത്തെ മുന്നറിയിപ്പ് നമ്മൾ ഈ വായിച്ച 2-ന്റെ 1 മുതൽ 4 വരെയുള്ള വേദഭാഗങ്ങളിലാണ് മുന്നറിയിപ്പ് പറയുന്നത്. രണ്ടാമത്തെ മുന്നറിയിപ്പ് നമുക്ക് വായിക്കുന്നത് അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ നമുക്കറിയാവുന്ന വേദഭാഗമാണ്. 3-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വരെയാണ് ഏകദേശം.
അത് അതിനകത്ത് പിന്നെ ഒത്തിരി മുന്നറിയിപ്പുകളുണ്ട് 4:2 തൊട്ട് താഴോട്ട് വായിക്കുമ്പോഴും. എങ്കിലും ഞാൻ പറഞ്ഞത് അവിടെ ആ വേദഭാഗങ്ങളാണ് മുന്നറിയിപ്പാണ്. അവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇപ്പം 7-ാം വാക്യം തുടങ്ങുന്ന എങ്ങനെയാണെന്ന് നോക്കിയേ. 7-ാം വാക്യം തുടങ്ങുമ്പോൾ therefore, അതുകൊണ്ടെന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. ഈ അതുകൊണ്ടെന്ന് പറഞ്ഞ് തുടങ്ങുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ മുമ്പിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് മോശയേക്കാൾ ശ്രേഷ്ഠനായ കർത്താവിനെ പറ്റി പറഞ്ഞിട്ട് ഇതെല്ലാം പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം കേട്ടോ. ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഒത്തിരി മുമ്പോട്ട് നിൽക്കുന്നൊരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ 2-ാം അധ്യായത്തിലെ വാണിംഗ് നമ്മൾ പഠിക്കാൻ പോകുന്നതിനകത്ത് കാണുന്നത് കേട്ടതധികം എന്ത് ചെയ്യണം, ശ്രദ്ധയോടെ കേൾക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം തുടങ്ങുമ്പോൾ എന്താ പറയുന്നത്? അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളോട് അരുളി ചെയ്യുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ. ഞാനിത് വായിച്ചപ്പോൾ എനിക്കൊരു ഈ വാണി നോക്കിയപ്പോൾ രസം തോന്നുന്നു വെച്ചാൽ അവിടെ അതുകൊണ്ടെന്ന് പറഞ്ഞ് കേൾക്കുന്നെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അവസാനം വരുമ്പം 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ വീണ്ടും പറയുന്നുണ്ട് അവരെ പോലെ നാമും എന്താണ് ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. നിങ്ങൾ ഈ വേദഭാഗം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഈ എബ്രായ ലേഖനം വായിച്ചാൽ കേൾവിയെ പറ്റിയാണ് കൂടുതൽ മുമ്പോട്ട് പറയുന്നത്. കേട്ട് മനസ്സിലാക്കണമെന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണെന്നറിയോ? അത് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വിശ്വാസത്തെ പറ്റി പഠിക്കുന്നുണ്ട്. ആ വിശ്വാസം വരണമെങ്കിൽ റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നത് വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അതുകൊണ്ട് വചനം കേൾക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ വിശ്വാസത്തിൽ മുതിരാൻ പറ്റത്തുള്ളൂ. അല്ലെ നമ്മൾ ചില ആൾക്കാർ വെച്ചാൽ ഞാൻ ഒരിക്കൽ വിശ്വസിച്ചതാ, ആ വിശ്വാസമല്ല. നമ്മൾ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കണമെന്ന് പൗലോസ് പറയുന്നുണ്ട്. വചനം കേട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനുള്ളത്, ആരോഗ്യമുള്ളവരായിട്ട് നമ്മൾ വിശ്വാസത്തിൽ മാറുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്നത്, പിന്നെ 3-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് അറിയാം, അവിടെ പറയുന്നത് ഒന്ന് നിങ്ങൾ പട്ടുപോകാതിരിക്കണം, ഹൃദയം കഠിനപ്പെടാം. നിങ്ങൾ ആ വാക്യങ്ങളിൽ പറയുന്ന മുന്നറിയിപ്പുകളാണ്. അവരെ പോലെ നിങ്ങൾ പട്ടുപോകരുത്, പിന്നെ നിങ്ങളുടെ ഹൃദയം കഠിനപ്പെടരുത്, നിങ്ങൾക്ക് ദുഷ്ടഹൃദയം ഉണ്ടാകരുത്, അനുസരണക്കേട് അവരെ പോലെ നിങ്ങൾ കാണിക്കരുത്, അവിശ്വാസം നിങ്ങളിൽ ഉണ്ടാകരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 2-ാമത്തെ വാണിങ്ങിനകത്ത് പൗലോസ് വിശദീകരിക്കുന്നത്. അവിടെ അതിൻ്റെ മെയിൻ തീം എന്താണെന്ന് ചോദിച്ചാൽ അറിയോ? കേൾക്കുക, കേൾക്കുക. അവർ കേട്ടു, അവരനുസരിച്ചില്ല, ഹൃദയം കഠിനപ്പെട്ടു. അവർ കേട്ടു, അനുസരിച്ചില്ല, ഹൃദയം കഠിനപ്പെട്ടു. അവർ കേട്ടു, അവരത് മനസ്സിലാക്കിയില്ല, ദുഷ്ടഹൃദയം ഉണ്ടായി. അവർ കേട്ടു അനുസരിക്കാത്തതുകൊണ്ട് അനുസരണക്കേടിൻ്റെ ഫലം അനുഭവിച്ചു. അവർ കേട്ടു അനുസരിച്ചില്ല, അവിശ്വാസം ഉണ്ടായി. ഇതെല്ലാം 3-ാം അധ്യായത്തിന് 8-ാം വാക്യം, 3-ന്റെ 13, 15 അതൊന്നും പറയുന്നില്ല, 18, 4-ന്റെ 2. നിങ്ങൾ ഈ ഒരു വേദഭാഗം വീട്ടിൽ പോയിരുന്ന് 3-ന്റെ 7 മുതൽ 4-ാം അധ്യായത്തിൻ്റെ അവസാനം വരെ ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് തന്നെ ഓരോ മുന്നറിയിപ്പുകൾ അവിടെ പറയുന്ന കാര്യങ്ങൾ കാണാൻ പറ്റും. പക്ഷെ അവിടെയും കാണണം. എന്തുകൊണ്ടാ? ലെറ്റ് us therefore, അതുകൊണ്ട്. ഈ 4-ാം അധ്യായം തുടങ്ങുമ്പോൾ നമ്മുടെ മലയാളം ബൈബിളിൽ 4-ാം അധ്യായം അവൻ്റെ സ്വസ്ഥതയിൽ പ്രവാസിപ്പാനെന്ന, ഇംഗ്ലീഷിൽ എങ്ങനെയാണ് തുടങ്ങുന്നത്? വായിച്ചോ? സോ ഞാൻ വായിക്കുന്ന കിങ് ജെയിംസ് വേർഷൻ ലെറ്റ് us therefore. വീണ്ടും അവിടെ എന്ത് പറയുന്നുണ്ട്? അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യല്, നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുക. എന്നാൽ ഞാൻ ഈ പറഞ്ഞതിനകത്തെല്ലാം പൗലോസ് തൊട്ട് പുറകിൽ പറയുന്ന വാക്യങ്ങളെ എക്സ്പോസ് ചെയ്തുകൊണ്ട് വിശദീകരിച്ചിട്ടാണ് നമുക്ക് വാണിംഗ് നൽകുന്നത്. അതുകൊണ്ട് നിങ്ങളിങ്ങനെ ആയിരിക്കണം. എന്തുകൊണ്ടാ? ഇസ്രായേൽ മക്കളെ നോക്ക്, പട്ടുപോയി, ഹൃദയം കഠിനപ്പെട്ടു, ദുഷ്ടഹൃദയം ഉണ്ടായി, ദൈവത്തെ തള്ളിക്കളഞ്ഞു, അവിശ്വാസമുള്ളവരായി മാറി. അതുകൊണ്ട് 4-ാം അധ്യായം തുടങ്ങുക. മലയാളത്തിൽ അങ്ങനെ ഇല്ലെങ്കിലും ഇംഗ്ലീഷ് അതുകൊണ്ട് let us therefore fear lest a promise being left us of entering into his rest and any of you should seem to come short of it. അതുകൊണ്ട് നമുക്ക് അങ്ങനെ വരരുത്, അതുകൊണ്ട് വരരുത്. 2-ാം വാക്യം തുടങ്ങുമ്പോഴും അതിൻ്റെ കണ്ടിന്യൂവേഷനാ. ഇംഗ്ലീഷിൽ എൻ്റെ കിങ് ജെയിംസ് വേർഷൻ എഴുതിക്കുന്നത് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇതെല്ലാം ലിങ്ക് ചെയ്താ വരുന്നത്. ഇത് തന്നെയല്ല ഈ വാണിംഗ് പറയുമ്പോൾ പൗലോസ് അതേ അധ്യായം 4-ാം അധ്യായത്തിൽ ചെറിയ ചെറിയ വാണിങ്ങുകളുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് നോക്കിയാലും ഇത് തന്നെ കാണാൻ പറ്റും. അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ വേറൊരു ചെറിയ വാണിംഗ് കൊടുക്കുന്നുണ്ട്. 4-ന്റെ 11 ഒന്ന് വായിച്ചു. 4-ന്റെ 11 വായിച്ചോ, എല്ലാം വായിച്ചോണെങ്കിൽ. അതുകൊണ്ട് ഞാൻ ഏതാ വെച്ചത്? അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന്. മതി. അവിടെ ശ്രദ്ധിക്കുക, അവിടെ എങ്ങനെയാ പറയുന്നത്? അതുകൊണ്ട്. അതിന്റെ തൊട്ടു പുറകിൽ വ്യാഖ്യാനിച്ചു വന്നിട്ട് പറയാ അതുകൊണ്ട്. ഞാൻ പറഞ്ഞത്
പൗലോസ് എല്ലാ മുന്നറിയിപ്പുകൾ നൽകുന്നതിന്റെ പിമ്പിലും ഒരു എക്സ്പോസിഷൻ അല്ലെങ്കിൽ ഒരു വിശദീകരണം, ഒരു പ്രബോധനം പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞു തരിക. അതുപോലെ നിങ്ങൾ ആയിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം. ഇനി മൂന്നാമത് നമ്മൾ വായിച്ച 5-ാം അധ്യായത്തിൽ മൂന്നാമത്തെ മുന്നറിയിപ്പ്, പ്രധാന മുന്നറിയിപ്പാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇതിനിടയ്ക്ക് ഒത്തിരി ഉപമുന്നറിയിപ്പുകളുണ്ട്, അത് നമുക്ക് വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ 5-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 6-ാം അധ്യായത്തിൻ്റെ ഒരു പകുതി വരെ, 6-ാം അധ്യായത്തിൻ്റെ 8 വരെയുള്ള വാക്യങ്ങൾ ഒക്കെ വായിച്ചാൽ അവിടെ അടുത്തൊരു മുന്നറിയിപ്പ് കാണാൻ സാധിക്കും. അവിടുത്തെ പ്രശ്നം എന്നാണെന്നറിയാവോ? അവിടുത്തെ അതുകൊണ്ടാണ് 6-ാം അധ്യായത്തിൽ ഞാൻ 5-ന്റെ 11 മുതൽ 6-ന്റെ 8 വരെയുള്ള ഭാഗങ്ങൾ ആ വാണിംഗ് കാണുന്നത്. നിങ്ങൾ വീട്ടിൽ പോയി നോക്കിയാൽ മതി. ഞാനതിപ്പോൾ ഇന്ന് വാണിങ്ങിനെ പറ്റിയല്ല ഞാൻ, പക്ഷേ എന്നാലും ഈ മുന്നറിയിപ്പ് പറയുമ്പോൾ അതിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള പ്രധാനമായിട്ടുള്ള അതിൻ്റെ ഒരു ഭാഗം ഞാൻ പറയുന്നെന്നുള്ളതേ ഉള്ളൂ. അന്നേരം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ അതിൻ്റെ ഒരു വാണിങ്ങിൻ്റെ ഒരു ഭാഗം പറയുന്നത് എങ്ങനെയാണെന്നറിയോ? അതുകൊണ്ട്, എങ്ങനെയാ തുടങ്ങുന്നത്? നിങ്ങൾ വായിച്ചാൽ മതി. അതുകൊണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ പുറകിലത്തെ കാര്യങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയുക. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൗലോസിന്റെ ആ വ്യാഖ്യാന ശൈലി എന്ന് പറയുന്നത് വിശദീകരണം കൊടുത്തിട്ട് അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ആ വാണിംഗ്, മുന്നറിയിപ്പ് നമുക്ക് നൽകുന്നത്. ഈ 5-ാം അധ്യായത്തിൽ നോക്കിയാൽ അവിടെ നിങ്ങൾ 5-ന്റെ 11 വാണിംഗ് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. 5-ന്റെ 11 എന്താ പറയുന്നത്? അവിടെ എന്താ പറയുന്നത്? വായിച്ചു, 5-ന്റെ 11 വായിച്ചാലേ. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്ദ്യമുള്ളവരായി തീർന്നത് കൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. അശ്വതി, ഇവിടെ എന്താ പ്രശ്നം? കേൾവി, കേൾക്കുക. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ആദ്യം തൊട്ട് മനസ്സിലായില്ലേ? എല്ലാം പറയുന്നത് ഡൾ ഓഫ് ഹിയറിംഗ് എന്ന് വെച്ചാൽ കേൾക്കാൻ അവർക്ക് എന്തില്ല, മാന്യമുള്ളവരായി. എന്നാൽ ഇതെല്ലാം പറയാം. ആദ്യത്തെ വാക്യത്തിൽ നമ്മൾ ആദ്യത്തെ വാണിംഗ് നമ്മൾ കണ്ടത് കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണമെന്ന്. പിന്നീട് നമ്മൾ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സദ്വർത്തമാനം കേട്ടവരാണെങ്കിലും അവരെ പോലെ നമ്മൾ ആയിത്തീരരുത്, അവരെല്ലാം തെറ്റിപ്പോയെന്ന് കേട്ടു. ഇവിടെ കേൾക്കാൻ മാന്യമുള്ളവരെന്ന് പറയുന്നു. എല്ലാത്തിൻ്റെ അകത്തും ഞാൻ പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും വേണ്ടുന്ന കാര്യം ദൈവവചനം കേൾക്കുകയും ദൈവവചനം മനസ്സിലാക്കുകയും ചെയ്യുന്നതിന് നമുക്ക് മുൻപോട്ട് കൊടുത്തെങ്കിൽ മാത്രമേ വിശ്വാസത്തിൽ നമ്മൾ ഉറയ്ക്കാൻ പറ്റത്തുള്ളൂ. പൗലോസ് അതുകൊണ്ട് വ്യക്തമായിട്ട് ഈ എബ്രായ ലേഖനത്തിൽ താൻ വിശദീകരിക്കുമ്പോൾ താൻ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനിയും ശ്രദ്ധിക്കുക, ഇനിയും പറയും തൻ്റെ പ്രധാനപ്പെട്ട അടുത്ത മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ചെറിയ മുന്നറിയിപ്പുകളുണ്ട്, അത് ഞാൻ പറയുന്നില്ല. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 10-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 19 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് പറഞ്ഞിട്ട് ആ മുന്നറിയിപ്പിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ അവിടെ 19-ാം വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയാമോ? 19-ാം വാക്യം അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങൾ ശ്രദ്ധിക്കുക, എന്താണ് അതുകൊണ്ട് സഹോദരന്മാരെ എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ഭാഗത്ത് അവർക്കൊരു ഇത് കൊടുക്കുന്ന കർത്താവിനെ ആരാധിക്കാൻ കടന്നു വരുന്ന കാര്യവും അതിൻ്റെ 26-ാം വാക്യം മുതൽ പറയുന്നത് ഒരു മുന്നറിയിപ്പാണ് കൊടുക്കുന്നത്. ഇനി എന്ത് ചെയ്തു? കർത്താവിന് നമ്മൾ മനഃപൂർവമായിട്ടുള്ള പാപം ചെയ്താൽ, ഈ മനഃപൂർവ്വ പാപം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടരുത്. വചനം പറയുന്ന ഒറ്റ മനഃപൂർവ്വ പാപമേ ഉള്ളൂ. അതാണ് ക്ഷമിക്കപ്പെടാത്ത പാപം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മരണകരമായ പാപം എന്ന് പറയുന്നത്. ഈ മനഃപൂർവ്വം എന്ന് വെച്ചാൽ നമ്മൾ മിക്ക ആൾക്കാരും മനഃപൂർവ്വമായിട്ട് നമ്മൾ ആ പാപം എല്ലാം ചെയ്യുന്നവർ. അച്ഛാ ഇന്ന തെറ്റിലേക്ക് പോകാമെന്ന്, ഇപ്പോൾ വെള്ളം അടിക്കുന്ന അല്ലെങ്കിൽ പറയുന്നു, വെള്ളം അടിക്കുന്ന അറിഞ്ഞുകൊണ്ടാണ് വെള്ളം അടിക്കുന്നത്. അതായത് നമ്മൾ ലോജിക്കലി ചിന്തിച്ചാൽ മനഃപൂർവ്വമാണ് ചെയ്യുന്നത്. എന്നാൽ വചനം പറയുന്ന ക്ഷമിക്കപ്പെടാത്ത മനഃപൂർവ്വമായിട്ടുള്ള പാപം എന്ന് പറയുന്നത് കർത്താവിനെ തള്ളിക്കളയുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായല്ലോ. മറ്റ് തെറ്റുകൾ ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് തെറ്റ് എന്നാ വെച്ചാൽ മറ്റ് തെറ്റെല്ലാം ചെയ്യാമല്ലോ, കുഴപ്പമില്ല, അത് ക്ഷമിക്കുന്ന പാവം, എന്നാൽ പിന്നെ ചെയ്യാം, അങ്ങനെയല്ല ഞാൻ പറഞ്ഞ അർത്ഥം. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ, ചെറുക്ക് സന്തോഷം വരുന്നത്, എന്നാൽ പിന്നെ കുഴപ്പമില്ല അച്ഛാ, മറ്റേതൊക്കെ ക്ഷമിക്കപ്പെടുന്ന പാവമാണെങ്കിൽ അങ്ങ് ചെയ്യാമല്ലോ. അതല്ല, ഇത് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഈ നമ്മൾ അറിയാതെ ഈ ഡ്രിഫ്റ്റായി പോവും, ഒഴുകിപ്പോവും. നമ്മൾ ഒരു തെറ്റിലേക്ക് നമ്മൾ ചുവട് വെച്ച് കഴിയുമ്പോൾ അറിയാതെ വീണ്ടും 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 നമ്മൾ അകത്തേക്ക് കടന്നു പോകും. നമ്മുടെ മനസ്സ്, അതാ ഇസ്രായേൽ മക്കൾക്ക് പറ്റിയത്. അതുകൊണ്ടാണ് പറയുന്നത്, അവർ ഈ വചനമെല്ലാം കേട്ടിട്ട് എന്ത് ചെയ്തു? അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടായി, ഈ പറയുന്നതെല്ലാം കേട്ടിട്ട്. അതുകൊണ്ട് അച്ഛാ ഈ തെറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവസന്നിധിയിൽ അതിനുള്ള കൃപ പ്രാപിച്ച് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പാപ സ്വഭാവങ്ങളെ ജയിക്കേണ്ടി നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ നമ്മൾ അറിഞ്ഞോണ്ട് ഇതിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനഃപൂർവ്വ പാപത്തിലേക്ക് ചെല്ലും. അവിടെ എന്ത് ചെയ്യുന്നറിയാമോ? നമുക്ക് പിന്നെ തിരികെ വരാൻ പറ്റാത്ത നിലയിൽ നമ്മൾ ആ ഒരു നിലയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന ഒരു അവസ്ഥ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ
ആ വിഷയത്തെ നമ്മൾ വളരെ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് ഏത് തെറ്റിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോയാലും അത് നമ്മൾ കർത്താവിനെ തള്ളിക്കളയുന്ന പാപത്തിലേക്ക് പിന്നെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് അറിയാവോ? തിരികെ വരാൻ പറ്റത്തില്ല. ഈ മനഃപൂർവ്വം, അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ 6-ാം അധ്യായത്തിൽ വായിക്കുന്ന മുന്നറിയിപ്പുണ്ട്. 6-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവരെ മാനസാന്തരത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പുതുക്കാൻ പറ്റത്തില്ല. 6-ാം അധ്യായത്തിലെ വാഗ്ദാനം ഏതാ? പിന്മാറിപ്പോയാൽ എങ്ങനെ പറയുന്നത്? ലോകത്തിൻ്റെ അതിൻ്റെ 6-ാം അധ്യായം നിങ്ങൾക്ക് അറിയാവുന്ന വാക്യം എങ്കിലും ഒന്ന് വായിക്കുക. 4-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ. ഞാൻ പറയാം പിന്നെന്താ അവിടെ പറയുന്ന വാക്ക് നോക്കിയേ, തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരുമാകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കാൻ കഴിയത്തില്ല. ഞാൻ പറയാം, സാധാരണ ഒരു തെറ്റിൽ വീഴുന്ന വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാം. എന്നാൽ ഈ പറയുന്ന അവസ്ഥയിലുള്ള വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കൊണ്ടുവരാൻ പറ്റത്തില്ല. കാര്യം അവൻ മനഃപൂർവം ദൈവത്തെ തള്ളിക്കളഞ്ഞതാ. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചില കാര്യങ്ങൾ ഈ തെറ്റും കുറ്റങ്ങൾ വരാത്തവരായിട്ട് ആരുമില്ല, ജീവിതത്തിലൊക്കെ വന്നേക്കാം. എന്നാലും നമ്മൾ ദൈവത്തെ, ചില ആൾക്കാരുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്, പിന്നെ ഒരു ലെവല് കഴിയുമ്പോൾ പിന്നെ അറിയോ, ദൈവം വേണ്ട, ഞാൻ ഇത്ര നാൾ വിശ്വസിച്ചതെല്ലാം തെറ്റായിരുന്നു, ഇത് ശരിയല്ല, ഇങ്ങനെ പറഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട്. അവസാനം അവർ ദൈവത്തെ തള്ളിക്കളെ. അവരെ പറ്റി പറയുക, തങ്ങൾ ദൈവത്തിനെ ക്രൂശിക്കുന്നവരാകുക. നമ്മൾ 10-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ നമ്മൾ വീണ്ടും ആ ഭാഗം വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. നമ്മൾ 10-26 വായിക്കുന്നത്, മനഃപൂർവ്വം പാപം ചെയ്താൽ എന്ത് ചെയ്യും? ഇനി ഒരു യാഗവും ശേഷിച്ചിട്ടില്ല, ഇനി അവർക്കൊരിക്കലും തിരികെ വരാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. ഒരു യാഗവും ശേഷിച്ചിട്ടില്ല. ഇതെന്ന് പറയുന്നത്, ഞാൻ ഒരിക്കൽ കൂടെ പറയാം, വിൽഫുൾ സിൻ ഓഫ് റിജക്ഷൻ ഓഫ് ഗോഡ്. ദൈവത്തെ മനഃപൂർവം തങ്ങളുടെ ഉള്ളിൽ തള്ളിക്കളയുന്നൊരവസ്ഥ വരും. അങ്ങനെ എന്ത് ചെയ്യത്തില്ല? തിരികെ കൊണ്ടുവരാൻ പറ്റത്തില്ല. അവരെ പറ്റി പറയുന്നത്, അവർക്ക് ഭയങ്കരമായ കാത്തിരിപ്പും എതിരാളികളെ ദഹിപ്പിക്കുന്ന ക്രോധാഗ്നിയുമേ ഉള്ളൂ. ഇതെല്ലാം വാണിംഗ് ആയിട്ട് നൽകുക. ഞാൻ 4-ാമത്തെ വാണിംഗ് 10-ാം അധ്യായത്തിൽ വായിച്ചു. അവിടെ ഞാൻ പറഞ്ഞു, അവിടെ ശ്രദ്ധിക്കണം. അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ ഇത് പറയുമ്പോൾ, അതിൻ്റെ 24-ാം വാക്യം ഒന്ന് വായിച്ചോ. 10:24. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിലും. ശ്രദ്ധിക്കുക, അവിടെ ഒരു വാക്യം, ഇവിടെ എന്ത് ചെയ്യണം? ചിലർ ചെയ്യുന്നത് പോലെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ. ഒരു സഭായോഗത്തിന് വന്നില്ല, എന്താ വെച്ചാൽ കുഴപ്പം എന്നൊരു ചോദ്യം വരും. ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്, സഭായോഗങ്ങളെ ഉപേക്ഷയായിട്ട് വിചാരിക്കാതിരിക്കുന്നതിന്റെ കാരണം തമ്മിൽ പ്രബോധിപ്പിക്കണം. ഞാൻ അത് പറയാൻ വേണ്ടിയാ വന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ എന്ത് ചെയ്യണം? എക്സോർട്ടിങ് ഈച്ച് അതർ. വചനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പറയുന്നത് മറ്റൊരാൾ പറയുന്നത് അന്യോന്യം കേൾക്കണം. അന്നേരം എന്ത് ചെയ്യുന്നറിയാം? നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഓരോ വാണിങ്സിനകത്തും അടങ്ങിയിരിക്കുന്ന കാര്യം, വചനം കേൾക്കണം, ദൈവശബ്ദം കേൾക്കണമെന്നുള്ള വലിയ ദൂത അടങ്ങിയിരിക്കുന്നത്. ഇതിപ്പോ 4 കഴിഞ്ഞു. ഇനി 5-ാമത്തെ വാണിംഗ് എന്ന് പറയുന്നത് 12-ാം അധ്യായത്തിൽ, 12-ാം അധ്യായം നമുക്ക് അതും അറിയാവുന്നതാണ്. 12-ാം അധ്യായത്തിന്റെ 18 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ ആരാധനയെ പറ്റി പറയുന്നതാണ്. അവിടെ നിങ്ങൾ അങ്ങനല്ലല്ലോ വന്നിരിക്കുന്നത്, നിങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് സ്വർഗീയ യെരൂശലേമിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവിടെ അവസാനം വീണ്ടും നാം പറയുന്നൊരു കാര്യം ശ്രദ്ധിച്ചോണേ. അവിടെ അതിൻ്റെ 28-ാം വാക്യം 28-ാം വാക്യം ഒന്ന് വായിച്ചോ. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. ഇത് അവിടെ പറഞ്ഞ വേർഫോർ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു മുന്നറിയിപ്പ് നൽകുക. നിങ്ങൾ കർത്താവിനെ ആരാധിക്കുന്നതിൽ ഒട്ടും പിന്മാറരുത്. നന്ദിയുള്ള ഹൃദയമുള്ളവരായിട്ട് എന്ത് ചെയ്യണം? ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും സേവ ചെയ്യണം. നമ്മുടെ ദൈവം എന്താ? ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ലാസ്റ്റ് വാക്യം വായിക്കുന്നത്. അങ്ങനെ അവിടെയും പറയുകയാണ്. അതുകൊണ്ട് പക്ഷെ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇത് പറയുന്നതിന് മുമ്പ്
ദൈവത്തിന് 25 വാക്യം ഒന്ന് വായിച്ചേ. അരുളി ചെയ്തവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവിൻ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റി ഒഴിയാതിരുന്നു എങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്തവനെ നാം വിട്ടുമാറിയാൽ എത്രയധികം. ഇവിടെ വീണ്ടും ശ്രദ്ധിക്കുക. ഇവിടെ എന്തിനെ പറ്റിയാ പറയുന്നത്? കേൾക്കുന്നതിനെ പറ്റിയാ. അരുളി ചെയ്തവനെ എന്ത് ചെയ്യല്? നിരസിക്കരുത്. നിന്റെ ചെവി കേട്ട വചനം ഉണ്ടല്ലോ, കർത്താവ് പറഞ്ഞ വാക്കുണ്ടല്ലോ, അത് നീ എന്ത് ചെയ്യല്? നിരസിക്കരുത്. അതിന് പകരമായിട്ട് നന്ദിയുള്ളവരായിട്ട് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? ദൈവത്തിന് പ്രസാദമുള്ളതായിട്ട് നമ്മൾ സേവനം ചെയ്യണം. ഇവിടെ ഞാൻ ഈ പറഞ്ഞ വാക്യം എല്ലാ വാണിംഗ്, ഇതാണ് പ്രധാനമായിട്ടുള്ള 5 വാണിങ്സ്. ഇതിനകത്തൊക്കെ ഒത്തിരി ഞാൻ പറഞ്ഞ ഉപവാണിങ്സ് ഉണ്ട്, ചെറിയ ചെറിയ മറ്റു. അത് നമുക്ക് പിന്നീട് നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്മൾ 1-ാം വാക്യത്തിൽ പറഞ്ഞ കാര്യം ഇതിനകത്ത് എന്ത്? അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്യുന്നു. ഈ വചനം നമ്മളോട് സംസാരിക്കുന്നതാ. ആ സംസാരിക്കുന്ന വചനം എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ അത് ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. അതുകൊണ്ട് ഓരോ എക്സോർട്ടേഷൻ തന്നിട്ട് അവർക്ക് വന്ന പരാജയം ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് ഓരോ ഭാഗത്തും വിശദീകരിക്കുക ചെയ്യുന്നത്. ഇന്ന് രാത്രിയിലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം നമുക്ക് നൽകുന്ന ഈ മുന്നറിയിപ്പുകളെ നമ്മൾ ഉപേക്ഷയായിട്ട് വിചാരിക്കാൻ പാടില്ല. ഇനി നമുക്ക് ഈ വേദഭാഗത്തിലേക്കൊന്ന് കടന്നു വരാം. ഇനി നമുക്ക് 2-ാം അധ്യായത്തിലേക്ക്. ഞാൻ നിങ്ങൾക്ക് മൊത്തം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാ വാണിങ്സിൻ്റെ മുമ്പിൽ വിശദമായിട്ട് ഉദാഹരണ സഹിതം പൗലോസ് തെളിയിച്ചിട്ട് നിങ്ങൾ ഇനി എന്ത് ചെയ്യല്ലേ? നിങ്ങൾ വീണു പോകല്ലേ, നിങ്ങൾക്ക് വാണിങ് തരികയാണ്. ഇങ്ങനെയാണ് പൗലോസ് ഈ എബ്രായ ലേഖനം മുഴുവനായിട്ട് ചെയ്തിരിക്കുന്നത്. ഇനി 2-ാം അധ്യായത്തിലേക്ക് നമുക്ക് ഒന്ന് നോക്കാം. ഞാൻ പറഞ്ഞു അതുകൊണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അതുകൊണ്ടെന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 1-ാം അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യല്ലേ? ഇവിടെ വരുമ്പോഴാണ് ആദ്യമായിട്ട് പൗലോസ് ഉപയോഗിക്കുന്നൊരു വാക്ക്. എന്താണ്? നാം. ഈ നാം എന്ന് പറയുന്ന ആരാ? നമുക്കത് മനസ്സിലാക്കണം. ഇംഗ്ലീഷ് ബൈബിളിൽ ആ 1-ാം വാക്യം 4-ന്റെ 1 വാക്യം മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഒറ്റ വാക്യമുള്ളൂ. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ 3 പ്രാവശ്യം വി പറയുന്നുണ്ട്. എങ്ങനെ എഴുതിയിരിക്കുന്നത്? therefore, ഞാൻ എൻ്റെ ട്രാൻസ്ലേഷൻ വായിക്കാം. therefore we must give more earnest heed to the things we have heard, lest we drift away. 3 പ്രാവശ്യം ഈ വി പറയുന്നുണ്ട്. ഇതാരാ ഈ വി? പൗലോസ്, എഴുത്തുകാരനായ പൗലോസ് തന്നെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സഭയോട് പറയുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതേസമയം താന് വേറൊരു വിഷയം പറയുമ്പോൾ ശ്രദ്ധിച്ചോണം കേട്ടോ. ഇവിടെ നമ്മളെന്താ നാം എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിച്ച് 5-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ 5-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തിൽ കേൾക്കാൻ മാന്യമുള്ളവരെ പറ്റി പറയുമ്പോൾ പൗലോസ് എന്താ പറയുന്നത്? വായിച്ചു നോക്കിയേ. 11 വായിച്ചോ. 5-11. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട് എങ്കിലും നിങ്ങൾ കേൾപ്പാൻ നാം കേൾപ്പാൻ മാന്യമുള്ളവരെന്നാണോ പറഞ്ഞേ? നിങ്ങൾ. പൗലോസ് പറയാം നിങ്ങൾ കേൾപ്പാൻ. ഇതുവരെ നാം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് അവസാനം അവരുടെ വിഷയം എന്ന് പറയാ നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി. അന്നേരം ഈ നിങ്ങളും ഉണ്ട്, പൗലോസും കൂടെ ഉൾപ്പെടുന്നതാണ് ഈ നാം എന്ന് പറയുന്നത്. ഈ നാം ആരാണെന്നൊരു ചോദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടി. കാര്യം അതിൻ്റെ ഒരു വിഷയം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ചില ആൾക്കാർ ഈ രക്ഷയെപ്പറ്റി പഠിക്കുമ്പോൾ, ഈ എബ്രായ ലേഖനത്തിൽ രക്ഷാഭദ്രത എന്നുള്ള വിഷയത്തെപ്പറ്റി പഠിക്കുമ്പോൾ ഇതിനകത്തുനിന്ന് വെച്ചിട്ട് നമ്മൾ വായിച്ച വാക്യങ്ങൾ, രക്ഷിക്കപ്പെട്ട വ്യക്തി എന്തു തെറ്റ് ചെയ്താലും അവൻ്റെ രക്ഷ നഷ്ടപ്പെടത്തില്ല എന്നുള്ള നിലയിൽ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന സഭകളും കൂട്ടായ്മകളും ഉണ്ട്. എന്നാൽ ഇവിടെ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയും പൗലോസ്, ഇവിടെ നിങ്ങൾ വായിക്കുക, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് പൗലോസ് തന്നെ ഉൾപ്പെടുത്തിയാ പറയുന്നത്. അതിനാർക്കും സംശയമില്ലല്ലോ. അതേസമയം നമ്മൾ 10-ാം അധ്യായത്തിൽ നോക്കിയേ. 10-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ ഒന്ന് 10-ന്റെ 26 ഒന്ന് വായിച്ചേ. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം പരിജ്ഞാനം ലഭിച്ച ശേഷം നിങ്ങളെന്നാണോ പറഞ്ഞേ? നാം. ഈ നാം എന്ന് പറയുന്നതിനകത്ത് ആരുണ്ട്? പൗലോസ് ഉൾപ്പെടെയുണ്ട്. അതായത് ദൈവത്തെ പറ്റിയുള്ള പരിജ്ഞാനം വെച്ച് ആത്മീയമായി പക്വത പ്രാപിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവനോട് പറയുക, നീ മനഃപൂർവ്വം പാപം ചെയ്താൽ പിന്നെ എന്ത് ചെയ്യാനില്ല, നിനക്ക് നരകമേ ഉള്ളൂ, കോപാഗ്നിയേ ഉള്ളൂ.
ഞാൻ ഇന്നലെ വേറൊരു കൂട്ടായ്മയുള്ള ഒരു വ്യക്തിയോട് ഈ രക്ഷാപദ്ധതി എന്നുള്ള വിഷയം സംസാരിച്ചുകൊണ്ട് പുള്ളി പറഞ്ഞു, ഈ നാമെന്ന് പറയുന്നത് യഹൂദന്മാരുടെ ഇടയ്ക്ക് ഇവരുടെ ചർച്ചിൽ ഇരുന്ന കുറേ ആൾക്കാരാന്ന് പറഞ്ഞു, അവർ വിശ്വാസികളല്ല എന്ന്. അത് ഈ ഭാഗം ഒന്ന് മാറ്റാൻ വേണ്ടി, അത് രക്ഷിക്കപ്പെട്ടവരെ പറ്റിയല്ല. ഞാൻ പറഞ്ഞു രക്ഷിക്കപ്പെട്ടവരെ പറ്റി അല്ലെങ്കിൽ പൗലോസ് നിങ്ങളെന്ന് പറഞ്ഞാൽ പോരായിരുന്നു. ഈ നാമെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താ? ഇനി ശ്രദ്ധിച്ചോ, ഈ നാം അതിൻ്റെ 10-ാം വാക്യത്തിൽ നിന്ന് വായിച്ചേ, 10-ന്റെ 10 വായിച്ചു നോക്കിയേ. അവിടെ ഞാൻ നിങ്ങൾക്ക് അതൊന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രം അത് പറയുന്നത്. ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയേ, ഇവിടെ പൗലോസ് ആരെ ഉൾപ്പെടെയാ പറയുന്നത്? ആ ഇഷ്ടത്താൽ നാം യേശുക്രിസ്തു ഒരിക്കലായ ശരീരയാഗത്താൽ എന്ത് ചെയ്തിരിക്കുന്നു? വിശുദ്ധീകരിക്കപ്പെട്ടു. ഇത് ആരെ പറ്റിയാ പറയുന്നത്? വിശുദ്ധന്മാരെ പറ്റിയാ. അതായത് എബ്രായ സഭയിൽ യേശുവിന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരെ പറ്റിയാ പറയുന്നത്. അല്ലാതെ ഇത് ഈ വെറുതെ ഞാൻ പറഞ്ഞ പോലെ മനുഷ്യനെ തെറ്റിക്കാൻ വേണ്ടി പലതും പറഞ്ഞ ആൾക്കാർ പഠിപ്പിക്കാറുണ്ട്. അതല്ല വചനം പറയുന്നത്. ഇനി സംശയം ഉണ്ടെങ്കിൽ നമ്മൾ 26-ാം വാക്യത്തിൽ പറയുമ്പോൾ അവിടെ അതിൻ്റെ നമ്മൾ വായിച്ചില്ല, ഈ നാം മനഃപൂർവ്വം പാപം ചെയ്താലെന്ന് പറഞ്ഞതിൻ്റെ അടിയിലോട്ട് വരുമ്പോൾ 29-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവപുത്രനെ ചവിട്ടിക്കളയും. വായിച്ചോ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തം. നമ്മൾ 10-ന്റെ 10 പൗലോസ് എന്താ വായിച്ചത്? നമ്മൾ വായിച്ചത് നാം ഒരിക്കലായി എന്ത് ചെയ്യുന്നു? ശരീരയാഗം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഈ പറയുന്നു തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമായി എണ്ണുക എന്ന് പറയുമ്പോൾ ഇത് ആരെ പറ്റിയാണ്? നമുക്ക് ഇച്ചിരി ചിന്തിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. തന്നെ ഉൾപ്പെടെ പറയുന്നത്. അതുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ക്രിസ്തീയ ജീവിതം ഭയഭക്തിയോടെ കഴിക്കേണ്ടതാ. അച്ഛാ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന് പറയുന്ന അത് ദൈവവചന വിരുദ്ധമാണ്. നാം അറിയാതെ നമ്മൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. മുന്നറിയിപ്പ് നൽകുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറിപ്പോയി തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയാ. ഞാൻ നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുക. എന്ന് ചോദിച്ചാൽ ഉറപ്പിച്ച് പറയുന്നത് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം പലരും ഇതൊക്കെ വെച്ചാൽ അച്ഛാ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമൊന്നുമില്ല അച്ഛാ, എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മളറിയാതെ നമ്മളിങ്ങനെ ഈ വളരെ സിമ്പിളായിട്ട് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ അറിയാതെ പലപ്പോഴും നമ്മളെ പരാജയത്തിലേക്ക് നയിക്കുന്നതാണ്. ഞാനിവിടെ പറഞ്ഞ കാര്യം വി എന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ട് ഈ നാമെന്ന് പറയുന്നത് പൗലോസ് ഉൾപ്പെട്ട വിശുദ്ധീകരിക്കപ്പെട്ട ദൈവമക്കളെ പറ്റിയാണ് പറയുന്നത്. അവരോട് പറയുന്ന 1-ാമത്തെ വാണിങ്ങിൽ പറയുകയാണ്, അതുകൊണ്ട് നാം കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. 1-2 വാക്യങ്ങൾ, 2-ന്റെ 1-2 ഒന്ന് വായിച്ചോ മനോഹരേ. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. മതി. അവിടെ ഒന്ന് നിർത്തിയിട്ട് നിങ്ങളോട് തന്നെ ചോദ്യം ചോദിക്കുക. ഈ ശ്രദ്ധയോടെ എന്താണ് കരുതേണ്ടത്? ശ്രദ്ധയോടെ കരുതണം. ഹീഡ് ചെയ്തിട്ട് പേ അറ്റൻഷൻ. എന്താണ് കരുതേണ്ടത്? നിങ്ങൾ വായിച്ചു നോക്കി. എന്തായിരുന്നു? കേട്ട വചനം. ഞാൻ നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ. വചനം കേൾക്കാത്തൊരു വ്യക്തിക്ക് ശ്രദ്ധയോടെ കരുതാൻ പറ്റത്തില്ല. പുത്രനിലൂടെ അരുളി ചെയ്ത വചനമുണ്ട്. ഇനി എബ്രായ വിശ്വാസികൾ ചോദിച്ചാൽ അവരെ കേട്ട വചനമുണ്ട്. അവരോട് പറയാ, കേട്ട ആ വചനം എന്ത് ചെയ്യണം? ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. നമുക്ക് ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റിൽ വായിച്ചാൽ പുത്രൻ മുഖാന്തരം അരുളി ചെയ്തത്. നമ്മളല്ലാതെ ഒരു വൈഡർ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയാൽ ഈ എബ്രായ സഭയിൽ അവരോട് പഠിപ്പിച്ച വചനങ്ങളെല്ലാം അത് ശ്രദ്ധയോടെ നിങ്ങൾ എന്ത് ചെയ്യണം? കരുതിക്കൊള്ളണം. നമുക്കറിയാം, നമ്മൾ സഭയിൽ എപ്പോഴും പറയുന്ന പോലെ നീ ഇന്നത്തെ വചനം കേട്ടാൽ നിന്റെ ജീവിതത്തിൽ വ്യത്യാസം വരുമെന്ന് നമ്മൾ പറയത്തില്ലേ? പാസ്റ്റേഴ്സൊക്കെ പറയുന്ന കാര്യം തന്നെ. അത് തന്നെ പൗലോസും പറഞ്ഞത്. നീ കേട്ട ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടത് ആവശ്യമാ. ഈ അല്ലെന്നുണ്ടെങ്കിൽ അത് താൻ ഇവിടെ പറഞ്ഞത് അവിടെ വായിക്കുമ്പോൾ അതിൻ്റെ ഒരു രസം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കരുതിക്കൊള്ളേണ്ട ആവശ്യം എന്താണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ 2-ാം വാക്യത്തിൽ ഞാൻ പെട്ടെന്ന് ആ വേദഭാഗമായി 2-ാം വാക്യം ഒന്ന് വായിച്ചോ. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും വേണ്ട. അതിന്റെ 1-ാം വാക്യം തന്നെ നിന്നാൽ മതി. ഞാൻ 1-ാം വാക്യം എക്സ്പ്ലെയിൻ ചെയ്തില്ല. അതുകൊണ്ട് നാം വല്ലപ്പോഴും എന്ത് ചെയ്യല്ലേ? ഒഴുകിപ്പോകാതിരിക്കണം. കേട്ടത് ശ്രദ്ധയോടെ കരുതിക്കൊണ്ടാൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല? ഒഴുകിപ്പോകത്തില്ല. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായോ? ഒന്നുകൂടെ വായിച്ചു. എങ്ങനെ എഴുതിയിരിക്കുന്നത്? അതുകൊണ്ട് നാം
വല്ലപ്പോഴും നാം എന്ന് പറയുന്ന ആരാന്ന് ഞാൻ പറഞ്ഞു. ഈ അതുകൊണ്ടെന്ന് പറഞ്ഞ എന്താന്ന് പറഞ്ഞു. അതുകൊണ്ടെന്ന് പറയുന്നത് കർത്താവിന്റെ തൊട്ട് പുറകെ പറയുന്ന വചനം. നാം എന്ന് പറയുന്നത് പൗലോസും വിശുദ്ധീകരിക്കപ്പെട്ട ദൈവജനമാണ് ഈ നാം എന്ന് പറയുന്നത്. നാം എന്ത് ചെയ്യില്ല, വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന്. അന്നേരം എന്ത് ചെയ്യാൻ സമയം, ഡോൺ ഡ്രിഫ്റ്റ് അവേ. ഈ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഒഴുകാൻ നല്ല സുഖം. ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന പമ്പാ നദിയുടെ തീരത്താണ്. ഈ ഒഴുകിപ്പോവാന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ എന്താ. ഈ ഒഴുകിപ്പോവുക എന്ന് പറയുമ്പം ഈ വെള്ളത്തിൽ നീന്താനൊക്കെ അറിയാവുന്ന ഞങ്ങൾക്ക് നീന്തത്തിൽ വെള്ളത്തിൽ ഇങ്ങനെ വെറുതെ പൊങ്ങിക്കിടക്കുമായിരുന്നു. ഈ ആറിങ്ങനെ ഒഴുകുന്നതുകൊണ്ട് ചിലപ്പോൾ ഞങ്ങൾ ആറിൻ്റെ മേളിൽ പോയി ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ വെറുതെ കിടക്കും. നല്ല സുഖം, ഒന്നും ചെയ്യണ്ട. എന്ത് ചെയ്യും, ഇങ്ങനെ വെറുതെ കിടന്ന് തന്നെ ഒഴുകി അങ്ങ് പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡ്രിഫ്റ്റ് ചെയ്യുന്നതിനൊരു സുഖമുണ്ട്. ഈ ഒഴുകിപ്പോവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എഫേർട്ട് കൊടുക്കണ്ട, വെറുതെ അങ്ങ് നിന്ന് കൊടുത്താൽ മതി, അങ്ങ് പൊക്കോളും. ഇതാണ് കേട്ടത്. നമ്മൾ ഒഴുകിപ്പോവുക എന്ന് പറയുന്ന ഇതാ പ്രശ്നം. അറിയത്തില്ല. അച്ഛാ ഞാൻ ആ മേളത്തെ ഞങ്ങളുടെ അവിടെ കടമുണ്ട്, മേളപ്പുറത്തൊരു കടമുണ്ട്, താഴെ ഞങ്ങളുടെ കടമുണ്ട്. കടമെന്ന് പറയുന്നത് അറിയത്തില്ലെങ്കിൽ മലയാളത്തിൽ ഈ ആറിൻ്റെ ഇവിടെ വരുന്നത്. ഞങ്ങൾ മേളത്തെ കടവിൽ പോയിട്ട് അവിടെ കാലായിക്കാരുടെ കടമുണ്ട്. ഞങ്ങളുടെ ഇപ്പോഴത്തെ മണിയാറ്റുകാരുടെ കടമെന്ന് ഞങ്ങളുടെ വീടിന് മുമ്പിലുള്ളതാണ്. അതിന് കാലായിക്കാരുടെ കടവിൽ പോയി അവിടെ വെള്ളത്തിൽ കയറിയിട്ട് വെള്ളത്തിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒന്നും അറിയണ്ട ഇങ്ങോട്ട് പോരും. ഒന്നും ചെയ്തില്ല, നമ്മളവിടെ പോയി കിടക്കും. ഇതുപോലാണ് വചനം ശ്രദ്ധയോടെ. ഡ്രിഫ്റ്റ് അവേ എന്ന് പറഞ്ഞാൽ ഒന്നും അറിയത്തില്ല. എന്നാൽ ആ നിന്നിടത്ത് തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്നറിയാമോ, ഒഴുക്കിനെതിരെ നീന്തണം, ഒഴുക്കിനെതിരെ പിടിച്ചു നിൽക്കണം. ഈ ലോകത്തിൻ്റെ ഒഴുക്ക്, നമ്മൾ ആ ഒഴുക്കിനകത്ത് കിടക്കാൻ നല്ല സുഖമായിരിക്കും. ദൈവത്തിൻ്റെ വചനം കേട്ട് കൈക്കൊള്ളുന്നവന് മാത്രമേ ആ ഒഴുക്കിനെതിരെ നിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രിഫ്റ്റ് അവേ. ഞങ്ങളുടെ താഴെയൊക്കെയാണ് വലിയ കയമുണ്ട്. ഈ കയമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മലയാളത്തിൽ പറയാം, വലിയ കുഴിയാണ്. അവിടെ കറക്കില്ല. നമ്മൾ അവിടെ ഇതിനകത്ത് എന്ന് വിട്ട് കഴിഞ്ഞാൽ അങ്ങ് താന്നു പോകും. വലിയ കുഴികൾ. ചിലയിടത്ത് നമുക്ക് മുട്ടറ്റം വെള്ളമേ കാണത്തുള്ളൂ. നമ്മളിങ്ങനെ കിടക്കുന്ന നല്ല സുഖമാണ്. ഇതിങ്ങനെ ഈ സുഖിച്ച് കിടന്ന് അങ്ങോട്ട് പോകുമ്പോഴായിരിക്കും വലിയ കയത്തിനകത്ത് ചെന്ന് വീഴുന്നത്, കുഴിക്കാതെ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പൊങ്ങി വരാൻ പറ്റത്തില്ല. ഇതുപോലെ ക്രിസ്തീയ ജീവിതത്തിലും ഇവിടെ ഈ പറയുന്ന ഡ്രിഫ്റ്റ് അവേ എന്നുള്ളത് അവിടെ മൂലഭാഷ ഉപയോഗിച്ചിരിക്കുന്നത് ഈ കപ്പല്, ഈ എന്താ പറയുന്നത്, കപ്പലിന് നങ്കൂരമല്ല, അതെ അല്ലെ, ആങ്കർ. അതിൻ്റെ നങ്കൂരം ഇടുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ വെള്ളം വരുമ്പോൾ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് നോർമൽ എല്ലാം വിചാരിക്കും സാധാരണ ഉള്ളതുപോലെയാണെന്ന് വിചാരിക്കും. അറിയത്തില്ല ഇതിങ്ങനെ ഓടി ഈ നങ്കൂരം ഇട്ടില്ലെങ്കിൽ എന്തെന്ന് അറിയോ, പതുക്കെ വെള്ളത്തിൽ ഇങ്ങനെ പോകും. ഞങ്ങളവിടെ ഈ വള്ളത്തിലൊക്കെ കയറുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഞങ്ങൾക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് പറയുന്നത് നമ്മളെന്ത് ചെയ്യണം, അതുകൊണ്ട് നാം ഡ്രിഫ്റ്റ് അവേ ചെയ്യാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. ഞാൻ പറയാം, ഈ ചെറിയ കാര്യങ്ങൾ പോലും വലിയ അപകടത്തിലേക്ക്. അതാ പൗലോസ് പറഞ്ഞ ചുരുക്കം അതാ. കേൾക്കുന്ന വചനം, ദൈവത്തിൻ്റെ ആത്മാവ് സഭയിൽ സംസാരിക്കുന്ന വചനം, അത് കേട്ട് കഴിയുമ്പോൾ അത് ചെറുതാച്ച കാര്യമൊന്നുമില്ലെന്ന് നമ്മൾ തള്ളിക്കളയരുത്. ചെറിയ കാര്യങ്ങൾ പോലും അറിയാതെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തു പോകും. നമ്മൾ കുഴപ്പമില്ലെന്നാണ് ചിന്തിക്കുന്നത്. അച്ഛാ ഇത് കുഴപ്പമില്ല, ഈ വലിയ പ്രശ്നമില്ലല്ലോ അച്ഛാ, ഇങ്ങനെ അങ്ങ് പോയാൽ. നമ്മൾ അറിയത്തില്ല, അവസാനം പിടിക്കാൻ പറ്റാത്ത കയത്തിൽ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ. ഞാൻ ഈ അമേരിക്കയുടെ ഒരു സ്പേസ് ക്രാഫ്റ്റ്, നിങ്ങൾക്ക് അറിയാവുന്ന ഏതാ, ഇന്ത്യക്കാരി ഒരു പുള്ളിക്കാരിയൊക്കെ മരിച്ചുപോയ ഈ സ്പേസ് സെൻറ്ററിൽ നിന്ന് അത് വരുമ്പം, ഇത് നിങ്ങൾക്കറിയാം, വലിയ ഹൈ ടെമ്പറേച്ചറിലാണ് ഈ സാധനം പോകുന്നത്. ഈ സ്പേസിൽ നിന്ന് ഭൂമിയിലോട്ട് കയറുമ്പോൾ ഫ്രിക്ഷൻ കൊണ്ട് ഭയങ്കര ഹൈ ടെമ്പറേച്ചർ ഉണ്ടാവും. വിടുമ്പോൾ തന്നെ അതിനെ കവർ ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ മെറ്റീരിയലാണ് അതിൻ്റെ മേളിൽ ഇങ്ങനെ ചെയ്തിരിക്കുക. അതിന് പറയുന്നത് ഹീറ്റ് ഷീൽഡ് എന്നാണ് പറയുന്നത്. സ്പെഷ്യൽ മെറ്റീരിയലാണ്. എത്ര വലിയ ചൂടടിച്ചാലും ആ ചൂട് അകത്തോട്ട് പോകത്തില്ല. ഒരു പ്രാവശ്യം ഇവരെയും കൊണ്ട്, ആ ഇന്ത്യക്കാരത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, കൽപ്പന ചൗള, അതെ അറിയാം, നാളെ അടുത്തിരിപ്പുണ്ട്, കുഴപ്പമില്ല. കൽപ്പന ചൗള, അന്നേരം അവർ വന്ന ഈ നിങ്ങൾക്കറിയാം സ്പേസ് ക്രാഫ്റ്റ് അന്തരീക്ഷത്തിൽ വെച്ച് കരിഞ്ഞുപോയി. ഇത് മേലോട്ട് വിട്ടപ്പം ഇത് പൊങ്ങിപ്പോയ വഴിക്ക് ചെറിയ ഒരു ഭാഗം അടന്നു പോയായിരുന്നു. അന്നേരം അവർ അവിടെ സ്പേസിൽ ചെന്ന് കഴിഞ്ഞപ്പം ഇത് തിരിച്ചു വരുന്നതിന് മുമ്പായിട്ട് ഇതെല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. അവർ സ്പേസിൽ ഇറങ്ങി ഇതിൻ്റെ മേളിൽ ഹീറ്റ് ഷീൽഡ് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്യും. അങ്ങനെ ഇവരെന്ത് ചെയ്തു, ഇവർ ചെന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ചെറിയൊരു ഭാഗത്തൊരു സ്വല്പം, അത് വലിയ കുഴപ്പമില്ല, ചെറിയൊരു ഭാഗമേ പോയിട്ടുള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല, തിരിച്ച് വിട്ടോളാൻ പറഞ്ഞു. സാധനം തിരിച്ച് ഇവരെ വിടാൻ വേണ്ടി പറഞ്ഞു. ഇവർ തിരിച്ച്
വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞില്ലേ, ചെറിയൊരു ഭാഗമായിരുന്നു. പക്ഷെ വലിയ അന്തരീക്ഷത്തിലെ ഫ്രിക്ഷൻ വന്നപ്പോൾ ആ ഒരു ചെറിയ ഭാഗത്തൂടെ അബ്നോർമലായിട്ടുള്ള ടെമ്പറേച്ചർ ഹീറ്റ് വന്നിട്ട് ഇതിനകത്തോട്ട് കയറി ഇത് മൊത്തം ഈ ആൾക്കാരെല്ലാം മരിച്ചു പോകാൻ കാരണമായി. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, നമ്മൾ ഡ്രിഫ്റ്റ് അവേ എന്ന് പറഞ്ഞ ചെറിയതായിട്ട് നമ്മൾ തോന്നുന്ന കാര്യങ്ങൾ പലപ്പോഴും അത് വലിയ പരാജയത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കും. അതുകൊണ്ട് പറയുക, ഡു നോട്ട് നെഗ്ലക്റ്റ് ഇറ്റ്. കേൾക്കുന്ന വചനത്തെ നമ്മൾ തള്ളിക്കളയരുത്, അശ്രദ്ധരാകരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവ് മുന്നറിയിപ്പ് നൽകുന്നത് ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ഇന്ന് രാത്രികാലം എൻ്റെ സമയം തീരുകയാണല്ലോ, ഞാൻ നിർത്തുകയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്മൾക്ക് കേൾപ്പിക്കുന്ന വചനം മുന്നറിയിപ്പ്. പൗലോസ് ഈ എബ്രായ ലേഖനത്തിലെല്ലാം ഒരു എക്സ്പൊസിഷനും ഒരു ഉപദേശവും ഒരു പ്രബോധനവും തന്നിട്ട് താൻ അതിനോട് ചേർന്ന് മുന്നറിയിപ്പുകളെ വചനത്തിലുടനീളം തരികയാണ്. ഇന്ന് രാത്രികാലവും നമുക്ക് കേൾക്കുന്ന വചനം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ, നമ്മളെ ഡ്രിഫ്റ്റ് അവേ ചെയ്യൽ അറിയാതെ നമ്മൾ ഈ ലോകത്തോട് ചേർന്ന് ലോകത്തിൻ്റെ ഒഴുക്കിനെതിരെ നമ്മൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ പൊസിഷൻ ക്രിസ്തുവിൽ ഉറപ്പോടെ നിൽക്കണമെങ്കിൽ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്, നമുക്ക് ഈ ഒഴുക്കിനെതിരെ നീന്തണം, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ഡ്രിഫ്റ്റ് അവേ ആയി പോകും. രാത്രിക്കാലം നമുക്ക് ദൈവവചനങ്ങളിൽ ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ദൈവവചനങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കേൾക്കുന്ന വചനങ്ങൾ പഠിക്കുന്ന, ഞാൻ പറയും, ഈ പഠിച്ച വേദഭാഗങ്ങൾ, ഇന്ന് വന്ന വാണിങ്സ്, ഞാൻ മുഴുവൻ എബ്രായ ലേഖനത്തിലെ മുഴുവൻ വാണിങ്സ് പ്രധാനമായിട്ടുള്ള പറഞ്ഞു. അതിൻ്റെ പിമ്പിൽ നിങ്ങൾക്ക് പോയി വായിച്ചാൽ അറിയാം ദൈവവചനം കേൾക്കേണ്ടതിൻ്റെ പ്രത്യേകത. 3-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തും അതുപോലെ തന്നെ 10-ാം അധ്യായത്തിലും 12-ാം അധ്യായത്തിലും പറയുന്ന മുന്നറിയിപ്പുകളുടെ എല്ലാം പിമ്പിൽ പുത്രൻ മുഖാന്തരം അരുളിച്ചതിനെ നിരസിക്കരുത്. അതുപോലെ നമ്മൾ കേട്ടത് ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു, പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ ഇന്നെന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. അവർ കേട്ട വചനം അനുസരിക്കാതെ പോയത് കൊണ്ട് അവർ മരുഭൂമിയിൽ പട്ടുപോയി. കുറച്ച് ആൾക്കാരെ പറ്റി മാന്യമുള്ളവരായി മാറിയെന്ന് നമ്മൾ വായിച്ചു. വേറൊരു കൂട്ടരെ നമ്മൾ കേട്ടു സഭായോഗങ്ങളെ ഉപേക്ഷയായിട്ട് വിചാരിച്ച് പ്രബോധനത്തിൽ നിന്ന് മാറി നിന്നതുകൊണ്ട് അവർക്ക് പരാജയപ്പെട്ടെന്ന് വായിച്ചു. അവസാനം നമ്മൾ കണ്ടു കർത്താവിൻ്റെ പുത്രൻ മുഖാന്തരം അരുളി ചെയ്ത മുന്നറിയിപ്പിനെ, വാണിങ്ങിനെ മനസ്സിലാക്കാതെ പോയത് അവരും പരാജയപ്പെട്ടത് 12-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു. അതുകൊണ്ട് നാം നന്ദിയുള്ളവരായി സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ ഭയത്തോടും ഭക്തിയോടും കടന്നു വരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ബുദ്ധി ഉപദേശിച്ച് ഇന്ന് രാത്രികാലം കേൾപ്പിച്ച വചനത്തിന് മുമ്പ് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ ജോണച്ചാന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കാം. ഇപ്പോൾ ജോണച്ചാന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. Praise the Lord.